إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന, നമ്മൾ ഈ ലോകത്തു നിന്നും പിരിഞ്ഞുപോയാലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില കർമ്മങ്ങളെക്കുറിച്ചാണ്. അശ്റുൻ യജ്രി സവാബുഹ ബഅദൽ മമാത്ത്, മരണശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന, പ്രതിഫലം മുറിഞ്ഞു പോകാത്ത 10 കർമ്മങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മദീനയിലെ ബഹുമാന്യ പണ്ഡിതൻ അഷ്ശൈഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു റിസാലയാണ്. അദ്ദേഹം ആദ്യം ഒരു ഖുത്ബയായി നടത്തുകയും പിന്നീട് അതൊരു എഴുത്തുരൂപത്തിലേക്ക് മാറ്റുകയും വേണ്ട മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയും ചെയ്ത് ഈ വർഷം പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ ഒരു റിസാലയാണ്. 10 കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ 10 കാര്യങ്ങൾ, സഹോദരങ്ങളെ, ഈ അമലുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ മരിച്ചതിന് ശേഷവും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമല് ചെയ്യാൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള ഭവനം ഈ ഭൂമിക്ക് മുകളിലുള്ള ഈ സമയത്താണ്. ഇതാണ് അമല് ചെയ്യാനുള്ള ഭവനം, ദാറുൽ അമലാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഭവനത്തിൽ ദാറുൽ ഹിസാബാണ്, വിചാരണയാണ് ഉണ്ടാവുക. അമല് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ പറയുന്ന അമലുകൾ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു വെച്ചാൽ നാം മരിച്ചതിന് ശേഷവും അത് മുറിഞ്ഞു പോകാത്ത അമലുകളായി തുടരുകയും അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. നമ്മളാകട്ടെ ഖബറിൽ നമ്മൾ അങ്ങനെ കിടക്കുകയാണ്, നമുക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ളൊരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അവൻ അതീവ താല്പര്യത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു വെക്കുന്ന അമലുകൾ ധാരാളക്കണക്കിന് വർഷങ്ങൾ അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്ന 60-നും 70-നും ഇടയിലാണ്. ചിലർ അതിനേക്കാളും വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിനൊരു കണക്കുണ്ട്. പക്ഷെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഖബറിലാണ്. ചിലപ്പോൾ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വർഷങ്ങൾ നമ്മൾ ഖബറിനടിയിലാണ് ഉണ്ടാവുക. ഏതാനും കുറച്ചു വർഷങ്ങൾ മാത്രമാണ് അതിനോട് താരതമ്യം ചെയ്താൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരായി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ സമയത്ത് ബുദ്ധിപൂർവം ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ മരണശേഷവും നമുക്ക് ഒരുപക്ഷെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വർഷങ്ങൾ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അവന്റെ അനുഗ്രഹമായി നൽകിയ കാര്യങ്ങളാണിത്.
കാരണം ഈ ഉമ്മത്തിന്റെ വയസ്സ് വളരെ കുറവാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങളെപ്പോലെ 1000 വർഷങ്ങളൊന്നും ജീവിക്കുന്ന ഉമ്മത്തല്ല ഇത്. അങ്ങനെ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹമായി ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലം അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു. ഇനി ഇതുപോലെ ചില പ്രവർത്തനങ്ങൾ അതിന്റെ പ്രതിഫലം മുറിഞ്ഞു പോകാതെ ഖബറിലും എത്തുന്ന രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് ഒരുക്കി നൽകി. അതിൽപ്പെട്ട കാര്യമാണിത്. ഇവിടെ ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ 10 ക്ലിപ്തപ്പെടുത്തപ്പെട്ട 10 അല്ല ഇത്. ഒരു ഹദീസിൽ 10 അങ്ങനെ വന്നതല്ല. 2-3 ഹദീസുകൾ അദ്ദേഹം എടുത്തു കൊടുത്തുകൊണ്ട് അതിൽ നിന്നും 10 തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഓരോ എണ്ണത്തിന്റെയും കീഴിൽ ധാരാളം കാര്യങ്ങൾ വേറെയുമുണ്ട്. 10 ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുന്നതല്ല, അതിലധികമുണ്ട് കാര്യങ്ങൾ. ബുദ്ധിപൂർവ്വം അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ അമലുകളിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹദീസുകളാണ് ആദ്യം ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിലൊന്നാമതായി അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരൊറ്റ ഹദീസിൽ ഈ പറയുന്ന 10 7 കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. 7 കാര്യങ്ങളുണ്ട്. സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുൻ, അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിൻ ബഅദി മൗതിഹി, അവന്റെ മരണശേഷവും. വഹുവ ഫീ ഖബ്രിഹി, അവനവന്റെ ഖബറിലാണ്, മരിച്ചു ഖബറിലാണ്. പക്ഷെ അമലിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന 7 കാര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമതായി അവിടെ നിന്നിട്ടുള്ളത് മൻ അല്ലമ ഇൽമ, ആരാണോ ഒരു ഇൽമ പഠിപ്പിച്ചത് എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. ഇൽമ പഠിപ്പിക്കുന്ന ആളുകൾക്ക് മരണശേഷവും ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആ ഇൽമ ഭൂമിയിൽ ബാക്കിയായി അമൽ ചെയ്യപ്പെടുന്ന കാലത്തോളം അവൻ അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പറഞ്ഞു ഉഖറ നഹ്റ, ഒരു നദി വെട്ടിയ ഒരുവനാണ്. വലിയ പുഴയിൽ നിന്നോ മറ്റോ ആളുകൾക്ക് കൃഷിക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു നദിയെ വെട്ടി ആ ഗ്രാമത്തിലേക്ക്, പട്ടണത്തിലേക്ക് അവൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുവനാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഉപകാരങ്ങൾക്കെല്ലാം ഇവനാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഇവനാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത്. രണ്ടാമത്തെ കാര്യമാണത്. ഔ ഹഫറ ബിഅറ, മൂന്നാമതായി പറഞ്ഞത് ഒരു കിണർ കുഴിക്കുക എന്നുള്ള കാര്യമാണ്. നാലാമത് പറഞ്ഞു ഔ ഗറസ നഖ്ല, ഒരു ഈന്തപ്പന വൃക്ഷം അത് നട്ടുപിടിപ്പിച്ച ഒരുവൻ. ഔ ബന മസ്ജിദ, ഒരു മസ്ജിദ് ഉണ്ടാക്കിയ ഒരാൾ, മസ്ജിദ് പണിഞ്ഞ ഒരാൾ. അഞ്ചാമത്തെ കാര്യം അതാണ്. ഔ വറസ മുസ്ഹഫ, ഒരു മുസ്ഹഫ്, ഖുർആനിന്റെ കോപ്പിക്കാണ് നമ്മൾ മുസ്ഹഫ് എന്ന് പറയുന്നത്. ആ ഒരു മുസ്ഹഫ് അവൻ അനന്തരമായി ഒരാൾക്ക് നൽകിയിട്ടുണ്ട്, മരിച്ചതിന് ശേഷമോ അതല്ലെങ്കിൽ അവന്റെ വക ഒരാൾക്ക് ഹദിയായ ഒരു മുസ്ഹഫ് അവൻ നൽകി. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, തന്റെ കാലശേഷവും തനിക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മകനെ അവൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ദീനീ ബോധമുള്ള ഒരു മകനെ ബാക്കിയാക്കിക്കൊണ്ടാണ് അവൻ ദുനിയാവിൽ നിന്നും മരിച്ചുപോയത് എന്നാണ്. ഈ 7 കാര്യങ്ങൾ ഈ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഹദീസിൽ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എടുത്തു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അർബഉൻ തജ്രി അലൈഹിം ഉജൂറുഹും ബഅദൽ മൗത്ത്, മരണശേഷവും 4 കാര്യങ്ങളുടെ പ്രതിഫലം നിലക്കാതെ തുടരുന്നതാണ്. റജുലുൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷിക്കുന്ന, അതിർത്തിയുടെ കാവലാളായി കൊണ്ടുനിന്ന പട്ടാളക്കാരൻ, അതിൽ മരണപ്പെട്ട ഒരുവൻ, അവന്റെ പ്രതിഫലം മരണശേഷവും തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. വറജുലുൻ അല്ലമ ഇൽമ ഫഅജ്റുഹു യജ്രി അലൈഹി മാ ഉമില ബിഹി, ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ ഇൽമ പഠിപ്പിക്കുകയും അവന്റെ ഇൽമ കൊണ്ട് ആളുകൾ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ പഠിപ്പിച്ചതനുസരിച്ച് ഒരുപാട് ആളുകൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലം അവന് ഖബർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വറജുലുൻ അജ്റ സദഖ ഫഅജ്റുഹാ യജ്രി അലൈഹി മാ ജറത് അലൈഹിം, ജാരിയായ സദഖകളെ കുറിച്ചാണ് പറഞ്ഞത്, നിലക്കാത്ത സദഖകളെ കുറിച്ചാണ് പറഞ്ഞത്. അവന്റെ മരണശേഷം അവൻ ചെയ്തിരിക്കുന്ന വഖഫുകളോ അവൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നന്മകൾ, അത് മരണശേഷവും
തുടർന്നു കൊണ്ടേയിരിക്കുന്നു. വറജുലുൻ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹ്, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ നല്ലൊരു കുട്ടി അവൻ ബാക്കിയാക്കിയിട്ടാണ് മരണപ്പെട്ടു പോയത്. നേരത്തെ ഹദീസിൽ വന്ന കാര്യമാണ്. രണ്ടാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഹദീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണശേഷം ഒരു മുഅ്മിനിന്റെ അടുക്കൽ വന്നു ചേരുന്ന അവന്റെ നന്മകളിൽപ്പെട്ട സൽപ്രവർത്തനങ്ങളിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, ഇൽമൻ അല്ലമഹു വനശറ, ഇൽമൻ അല്ലമഹു വനശറ, ഇൽമ അവൻ പഠിക്കുകയും ഇൽമ അത് പഠിപ്പിക്കുകയും അത് ആളുകൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുകയും ദീനിൽ ചെയ്യേണ്ടതായ നല്ല നല്ല കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്നതാണ്. വവലദൻ സാലിഹൻ തറക, അവൻ ഉപേക്ഷിച്ച, അവൻ വിട്ടേച്ചു പോയ സാലിഹായ അവന്റെ മകൻ. വമുസ്ഹഫൻ വറസ, അവൻ അനന്തരമായി ബാക്കി വെച്ച മുസ്ഹഫ്. ഔ മസ്ജിദൻ ബനാ, അവൻ പണിഞ്ഞ ഒരു മസ്ജിദ്, അല്ലാഹുവിന്റെ ഭവനം. ഔ ബൈതൻ ലിബ്നിസ് സബീലി ബനാ, വഴിയാത്രക്കാർക്ക് ഉപകരിക്കാവുന്ന രൂപത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ, റെസ്റ്റ് എടുക്കാൻ, വിശ്രമിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഭവനങ്ങൾ അവൻ നിർമ്മിച്ചിട്ടുണ്ട്. അവൻ നഹ്റനജ്റാ, ഒരു നദി അവൻ വെട്ടിയിട്ടുണ്ട്. ഔ സദഖതൻ അഖ്റജഹാ മിൻ മാലിഹി ഫി സിഹ്ഹതിഹി വ ഹയാതിഹി, അവന്റെ ആരോഗ്യത്തിലും അവന്റെ ജീവിത സമയത്ത് അവൻ ചെലവഴിച്ചിട്ടുള്ള ചില സദഖകൾ. യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അവന്റെ മരണശേഷം അവനിലേക്ക് അത് വന്നു ചേരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമതായിട്ടുള്ള ഹദീസ് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള, ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. ഇദാ മാതൽ ഇൻസാനു ഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ നിലച്ചുപോയി, മൂന്ന് കാര്യങ്ങൾ നിലക്കുകയില്ല എന്നാണ്. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖകൾ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹ്, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മകൻ. അപ്പോൾ സഹോദരങ്ങൾ, ഒരുപാട് ഹദീസിൽ വന്ന കാര്യങ്ങൾ, ഈ ഹദീസുകളിൽ നമ്മൾ കേട്ട കാര്യങ്ങള്, അതിൽ നിന്നും 10 ഈ പറയപ്പെട്ട 10 തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് ഈ റിസാല. ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനെ കുറിച്ച്, ബുദ്ധിയുള്ള ഒരു മുസ്ലിം അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഓഹരി, ഒരാൾക്ക് 10 സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സാധിക്കുന്ന അത്ര എന്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെ അത് ഓപ്പൺ ചെയ്തു വെച്ചാൽ, അങ്ങനെ ഒരു അക്കൗണ്ട് അവിടെ തുടങ്ങി വെച്ചാൽ ജീവിതകാലത്തും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മരണശേഷം മാത്രം ആരംഭിക്കുന്നതല്ല, ജീവിതകാലത്ത് തന്നെ അതിന്റെ പ്രതിഫലം ആരംഭിച്ചു തുടങ്ങി. മരിച്ചതിന് ശേഷം അത് നിലക്കാതെ അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നോക്കൂ, അവിടുന്ന് ഒരിക്കൽ ഒരു വ്യക്തിക്ക് ഉപദേശമായി നൽകിയ കാര്യം അതാണല്ലോ, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണ്. 5 കാര്യങ്ങൾ, അത് നിങ്ങൾ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ 5 കാര്യങ്ങൾ, മറ്റ്5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്, അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹറമിക്, യുവത്വം നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. വയസ്സോരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ യുവത്വത്തിൽ നിന്നും നിങ്ങൾ പ്രായാധിക്യത്തിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് പലതും നേരത്തെ ചെയ്യാൻ സാധിച്ച പലതും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ യുവത്വത്തിന്റെ പ്രായത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക്, രോഗം വരും, തീർച്ചയാണ്. ഒരു പ്രായമെത്തിയാൽ മാറാത്തതായ പല രോഗങ്ങളും വരും. ആ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ചിലപ്പോൾ പ്രായാധിക്യം എത്തുന്നതിന് മുമ്പ് വരെ രോഗങ്ങൾ വരുന്നുണ്ട്. രോഗങ്ങൾ വരുന്നതിന് മുമ്പ് നീ നിന്റെ ആരോഗ്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബ്ല ഫഖ്രിക്, അള്ളാഹു ധനം നൽകിയിട്ടുണ്ടോ, ആ ധനം നീ ഉപയോഗപ്പെടുത്തുക. ഒരു പക്ഷെ നീ ദാരിദ്ര്യത്തിലേക്ക് വീണേക്കാം. സമ്പത്തുള്ള സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് ഒഴിവ് സമയമുണ്ടോ, ഉപയോഗപ്പെടുത്തുക. പിന്നീട് തിരക്കുകൾ വരും, ദീനിന്റെ മാർഗത്തിൽ നിനക്ക് ചെലവഴിക്കാൻ സാധിക്കുകയില്ല, നീ ആ സമയം ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബ്ല മൗതിക്, പൊതുവായി അവിടുന്ന് പറഞ്ഞു നിന്റെ മുഴുവൻ ജീവിതം മരണത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തിക്കോളൂ. കാരണം മരിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട ഉപദേശമാണ്. ഈ ഒരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. കാരണം മരണം മുന്നിലെത്തുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത്
പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള ഈ ഒരു സമയത്ത്, ആരോഗ്യവും അതുപോലെ യുവത്വവുമുള്ള ഈ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ആരംഭിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പഠനം. അതിലൊന്നാമത്തെ കാര്യം, ഈ 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഒരുപാട് ഹദീസുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യമാണ് തഅലീമുൽ ഇൽം, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലെ, ഒന്നാമത്തെ ഹദീസിൽ വന്നു മൻ അല്ലമ ഇൽമ, 7 കാര്യങ്ങൾ എണ്ണിയപ്പോൾ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും മഹത്വമുള്ള ജോലി എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഇൽമ് പകർന്നു കൊടുക്കുന്ന ദൗത്യം എന്നുള്ളതാണ്. കാരണം അമ്പിയാക്കളുടെ പണിയാണത്. അമ്പിയാക്കൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു. അതാണ് അവരുടെ ദൗത്യം, അവരുടെ പ്രധാനപ്പെട്ട തൊഴിലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ദീൻ സഹോദരങ്ങളെ, നമ്മൾ എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ച വ്യക്തിയിൽ നിന്നും ഒരു പ്രതിഫലവും കുറഞ്ഞു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതില്ല ഇത് ഏറ്റവും വലിയ പണ്ഡിതന്മാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്, ഇവിടെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊന്നും അതിൽ യാതൊരു റോളുമില്ല എന്ന് വിചാരിക്കരുത്. ഇൽമ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നും ഒരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ആയത്ത് നീ കൃത്യമായി അത് പഠിച്ചു, അതിന് കൃത്യമായ വിശദീകരണം നീ മനസ്സിലാക്കി, അതിന്റെ യഥാർത്ഥ ആശയം നീ കൃത്യമായി മനസ്സിലാക്കിയാൽ നിനക്കത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ഗൃഹനാഥന് കുടുംബത്തിലുള്ള തന്റെ ഭാര്യക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാം, മറ്റു കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുക്കാം, അയൽവാസികൾക്ക് പറഞ്ഞു കൊടുക്കാം, സഹോദരങ്ങൾക്ക് പരസ്പരം ഉപദേശങ്ങൾ നൽകാം. ഏത് കാര്യമാകട്ടെ സഹോദരങ്ങൾ, നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, മൻ അല്ലമ ആയതൻ ഫീ കിതാബില്ലാഹ് ഫലഹു സവാബുഹാ മാ തുലിയത്. ആരെങ്കിലും ഖുർആനിലെ ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുത്താൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അവൻ അതിന്റെ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി പാരായണം ചെയ്യാൻ അറിയുമോ? ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികളെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കുക എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ കുട്ടിയുടെ ജീവിതത്തിൽ മുഴുവനും സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ആ അമലുകളെല്ലാം തന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. നമ്മളൊരു കുട്ടിക്ക്, നമ്മുടെ സ്വന്തം കുട്ടിക്ക് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്താൽ, അതല്ലെങ്കിൽ ഖുർആൻ കൃത്യമായി ഓതാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, ഖുർആനിൽ ആയത്തുകളുടെ വിശദീകരണങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, അതനുസരിച്ച് അവൻ അമല് ചെയ്യുന്ന കാലത്തോളം സഹോദരങ്ങൾ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഔദാര്യം അത് വിശാലമായതാണ്. നമ്മളത് കുടുസായി കാണാൻ പാടില്ല. മനുഷ്യന്മാർ കൊടുക്കുന്നത് പോലെയല്ല റബ്ബ് കൊടുക്കുക. അള്ളാഹു താലക്ക് ആ അമല് ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കാൻ സാധിക്കും. ആ അമല് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടും കുറവില്ലാതെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സാധിക്കുന്ന നിസ്സാരമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒരാൾക്കൊരു സുന്നത്ത് അറിയില്ല, വളരെയധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു സുന്നത്തായിരിക്കും, നമ്മളതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഭക്ഷണത്തിലെ മര്യാദയാകട്ടെ, ഉറങ്ങുമ്പോഴുള്ള മര്യാദയാകട്ടെ, ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ഉണർന്നാലുള്ള മര്യാദയാകട്ടെ, ഏതുമാകട്ടെ, നിസ്സാരമാണെന്ന് ഒരു പക്ഷെ ആളുകൾക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യമാകട്ടെ, അത് അവൻ ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നുണ്ട്. ആ പ്രതിഫലം അവന് ലഭിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുത്ത വ്യക്തിക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാ അലിമൽ ഇൻസാനു ബിഅന്നൽ മൗത യഖ്തഉഹു അനിൽ അമൽ, മനുഷ്യൻ മനസ്സിലാക്കിയാൽ മരണം അവന്റെ അമലുകളെ മുറിച്ചു കളയും എന്ന് മനസ്സിലാക്കിയാൽ, അമില ഫീ ഹയാതിഹി മാ യദൂമു ലഹു അജ്റുഹു ബഅദ മൗതിഹി, അവന്റെ മരണശേഷവും നിലനിൽക്കുന്നതായ പ്രവർത്തനങ്ങൾ അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്യും. കഅൻ യുസന്നിഫ കിതാബൻ ഫിൽ ഇൽമിലെ എന്തെങ്കിലുമൊക്കെ ദീനിയായ വിഷയങ്ങളിൽ അവനൊരു കിതാബ് രചിക്കുക. ഫഇന്ന തസ്നീഫൽ ആലിമി വലദുഹുൽ മുഖല്ലദ്, കാരണം ഒരു പണ്ഡിതന്റെ ശാശ്വതമായി ലഭിക്കുന്ന ഒരു സന്താനത്തെ പോലെയാണ് അവന്റെ രചനകൾ എന്നുള്ളതാണ്. അപ്പൊ അത് പണ്ഡിതന്മാരായ നമുക്ക് അല്ലാഹു തആലയുടെ ദീന് പഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചാൽ ആളുകൾക്ക് ദീന് മനസ്സിലാക്കാനുള്ള രചനകൾ എഴുതുക, ക്ലാസുകൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ സഹോദരങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണക്കാരായ ഒരു വലിയ പണ്ഡിതനാകാൻ, മതവിദ്യാർത്ഥിയാകാൻ പറ്റാത്ത, അതിന് സാധിക്കാത്ത ആളുകൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള
ക്ലാസുകൾ മറ്റുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും അവരുടെ ഓഡിയോകളായി ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ ലഭിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മളും അതിന്റെ കൂടെ ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമ്മുടെ ഒരു സമയം അതിന് മാറ്റിവെക്കുക. നമ്മളാണ് ഇന്ന് തൗഹീദിന്റെ വിഷയത്തിലുള്ള ഒരു ഗ്രന്ഥം അവന് നൽകിയിട്ടുള്ളത്. നമ്മളാണ് സുന്നത്തിന്റെ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എന്നയാൾക്ക് നൽകിയിട്ടുള്ളത്. അത് ലഭിച്ചപ്പോൾ അവൻ അത് മനസ്സിലാക്കാൻ കാരണമായി. അത് ലഭിച്ചപ്പോൾ അവൻ ഇതുവരെ ചെയ്യാത്ത പല പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സഹോദര, അവൻ ആ ചെയ്യുന്ന അമലിനൊരു കാരണക്കാരൻ നീയാണ്. നീ അത് എഴുതിയിട്ടില്ല, നീ അത് രചിച്ചിട്ടില്ല, നീ അത് കൊടുത്തു. നീ കൊടുത്തതിന്റെ കാരണമായി അവന് പലതും അത് ആരംഭിക്കാൻ അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിച്ചു. അതിനൊരു പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ദഅ ഇലാ ഹുദാ, ആരെങ്കിലും ഒരുവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, അത് പിൻപറ്റിയവന്റെ അതേ പ്രതിഫലം ആ ക്ഷണിച്ചവന് ലഭിക്കും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, ആ പിൻപറ്റിയവന്റെ പ്രതിഫലത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ടല്ല പറഞ്ഞു കൊടുത്തവന് ലഭിക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകിയ ഈ മൊബൈലിലൂടെയൊക്കെ ഒരുപാട് ഖൈറുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തൗഹീദ് എത്താത്ത ആളുകൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകളും ചെറിയ ചെറിയ ക്ലിപ്പുകളും സഹോദരങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു മിനിറ്റിന്റെ ഒരു ക്ലിപ്പായിരിക്കാം, നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വരിയായിരിക്കാം അവന്റെ ജീവിതത്തിൽ ഹിദായത്ത് കിട്ടാൻ അള്ളാഹു ഒരു മാർഗമാക്കി മാറ്റുന്നത്. നമ്മൾ എത്തിച്ചു കൊടുക്കുക, പ്രചരിപ്പിക്കുക. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരുടെ വിവർത്തനങ്ങളുമൊക്കെയായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന മനോഹരമായ രചനകളും മറ്റുമൊക്കെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മളത് പ്രചരിപ്പിക്കാൻ നമ്മൾ അതിനു വേണ്ടി മുന്നിടുക. ആ പണ്ഡിതന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു ഓഹരി നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. കാരണം നിങ്ങളാണത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണ് ആളുകളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇൽമ് പ്രചരിപ്പിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ല. അവൻ ചിലപ്പോൾ അവന്റെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ അവന്റെ ബിസിനസ്സിന് മാത്രമായി ഉപയോഗിക്കുന്നതാണ്, മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല. അല്ല സഹോദരങ്ങൾ, അതിനേക്കാളും നിനക്ക് ആഖിറത്തിലേക്ക് നിനക്ക് ഉപകാരം ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്താലാണ്. നന്മകൾ കിട്ടുമ്പോൾ ആളുകൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നീ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം നീ 10 കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ ഒന്നെങ്കിലുമൊക്കെ അവനൊരു പക്ഷേ അത് ശ്രദ്ധിക്കാതിരിക്കുകയില്ല. നീ അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കാര്യം ചിന്തിക്കുക, ഇവനെങ്ങാനും ഞാൻ പറഞ്ഞത് കൊടുത്ത് കേട്ടതിന് അമല് ചെയ്താൽ അവൻ ചെയ്യുന്ന അമലിനൊക്കെ ഒരു പ്രതിഫലം എനിക്കുമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രചരിപ്പിക്കുന്ന കാര്യം അത് കൃത്യമായ സ്രോതസ്സിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ഇത് വളരെ എളുപ്പമാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. പണ്ട് കാലത്തെ പോലെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. ഒരൊറ്റ നെക്കലിന് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഇരുതല മൂർച്ചയുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. അതോടൊപ്പമുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ചിലപ്പോൾ തൗഹീദാണെന്ന് വിചാരിച്ച് ശിർക്ക് നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. സുന്നത്താണെന്ന് വിചാരിച്ച് ബിദ്അത്തുകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്, അഹ്ലുസുന്നത്തിന്റെ അമലുകളാണ് എന്ന് വിചാരിച്ച് ബിദ്അത്തിന്റെ കക്ഷികളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ നമുക്ക് അവലംബമായി അർഹിക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരുടെ അങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ മാത്രം അത് പ്രചരിപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. രണ്ടാമതായി അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത് ഇജ്റാഉൻ നഹർ, പുഴ വെട്ടുക എന്നുള്ളതാണ്, നദി വെട്ടുക എന്നുള്ളതാണ്. ആ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണല്ലോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മനുഷ്യന്റെ മരണശേഷം അവനിലേക്ക് വന്നു ചേരുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഔ നഹറൻ അജ്റാഹു, അവൻ വെട്ടിത്തെളിച്ച ഒരു പുഴ എന്ന് വന്നിട്ടുണ്ട്. ഔ ഖറാ നഹറൻ എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇപ്പോൾ വലിയൊരു ജലാശയത്തിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് വേണ്ടതായ കൃഷിക്കോ മറ്റോ ഒക്കെയുള്ള വെള്ളം ഒരാൾ ആ ഭാഗത്തേക്ക് അതിനുവേണ്ടി ഒരു കനാലുണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി ഈ കാലഘട്ടത്തിലാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പൈപ്പിലാണ് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നത്. ഒരാൾ ഒരു നാടിൽ വെള്ളം എത്തുന്നില്ല, അവർക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് വേണം വെള്ളം ശേഖരിക്കാൻ. കൃഷിക്ക് വേണ്ട വെള്ളം, കുടിക്കാനുള്ള വെള്ളമൊക്കെ വളരെയധികം ദൂരെ പോയി കൊണ്ടുവരേണ്ട ഒരു കാര്യം അവർക്കുണ്ട്. എങ്കിൽ ആളുകൾക്ക് അതിനു വേണ്ട സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പൈപ്പിംഗ് സിസ്റ്റവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചില ആളുകളുടെ
ചില ആളുകൾ ചെയ്തത് അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി വലിയ കച്ചവടക്കാരായ ആളുകളാണ്, സലഫികളായ ആളുകളാണ്, അൽഹംദുലില്ലാ. അവരത്തരം ഗ്രാമങ്ങളിൽ പോയി വെള്ളമെത്താത്ത ചില ഗ്രാമങ്ങളെ കണ്ടുപിടിക്കുകയും അവർക്ക് ഒരുപാട് കിലോമീറ്ററുകൾ നടന്നു പോകണം വെള്ളത്തിന് വേണ്ടി പോകാൻ. ആ ഭാഗത്തേക്ക് വലിയ ടാങ്കുകൾ ഉണ്ടാക്കി, പൈപ്പുകൾ ഉണ്ടാക്കി അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്തു. എത്ര കാലം അത് നിലനിൽക്കുന്നു ആ വെള്ളം കൊണ്ട്. സഹോദരങ്ങൾ, വെള്ളത്തിന്റെ കാര്യം നിസ്സാരമല്ല. വെള്ളം കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. വെള്ളം കൊണ്ടാണ് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യന് ലഭിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉപകാരം അത് ലഭിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുകയില്ല. വെള്ളം കൊണ്ടാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അള്ളാഹു സബബാക്കിയത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഇത് ആവശ്യമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് തഹാറത്തിനും മറ്റുമൊക്കെ വുളൂവിനും മറ്റുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിന് വലിയ പ്രതിഫലമുണ്ട്. അത് നമ്മൾ അങ്ങനെ എത്തിച്ചു കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഖൈർ ലഭിക്കുന്നതാണ്. നമ്മളറിയുകയില്ല പിൽക്കാലത്ത് അത് പിന്നീട് എത്ര ആളുകളിലേക്ക് ഉപയോഗമെത്തും എന്ന് നമുക്കറിയുകയില്ല. നമ്മളൊന്ന് തുടങ്ങി വെച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് വലിയ ഉപകാരമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ അതോടൊപ്പം പറഞ്ഞ കാര്യമാണത്. നമുക്ക് കൂളറുകളും മറ്റും ആളുകൾക്ക് ദാഹജലത്തിന് വേണ്ടി കൂളറുകളും മറ്റുമൊക്കെ വെച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിൽ പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഇല്ലാത്ത വെള്ളമെത്താത്ത സ്ഥലത്ത് ഇത്തരത്തിൽ പൈപ്പ് കണക്ഷൻ കൊണ്ടുവച്ച് ഒരു കൂളർ വെച്ചു കൊടുക്കുക. ദാഹം ശമിക്കാൻ ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇഫ്റാഗുക മിൻ ദൽബിക ഫീ ദൽബി അഖീക ലഹു ലക സദഖ. നീ നിന്റെ കുടത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് നിനക്ക് സദഖയായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും പ്രയാസമെന്നില്ല. അന്നൊരാൾ കഷ്ടപ്പെട്ട് വലിയ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് വെള്ളമില്ലാതെ ഇരിക്കുന്ന ഒരുവൻ അവന്റെ കാലി കുടത്തിലേക്ക് കുറച്ച് വെള്ളം നീ ഒഴിച്ചു കൊടുത്താൽ അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള സദഖയായി പറഞ്ഞത് സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് വെള്ളം കൊടുക്കുക. വെള്ളമെത്താത്തടുത്ത് വെള്ളം ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അതിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സലഫികൾക്ക് പറഞ്ഞതല്ല എന്ന് ആരും വിചാരിക്കരുത്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതിനൊക്കെ മുൻനിരയിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ചിലപ്പോൾ അത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടെ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര നന്നാക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സാമൂഹ്യ ക്ഷേമ വകുപ്പിലൊക്കെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിൽ ഇറങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ആവശ്യമായേക്കാം. പക്ഷെ നമ്മുടെ ആവശ്യം അങ്ങനെയല്ല. നമ്മുടെ ആവശ്യം അള്ളാഹു തആലയുടെ അടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചാൽ ഖബറിലും എനിക്ക് ആരൊക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്തയാണ്. അതിനുവേണ്ടി സഹോദരങ്ങളെ നമ്മൾ മുന്നിട്ടിറങ്ങുക, സാധിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ കാര്യം ഹഫറുൽ ആബാർ, കിണർ കുഴിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഫറ ബിഅറൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം കിണറിൽ നിന്ന് വെള്ളം തന്നെയാണ് വരുന്നത്. അല്ല, കിണറിലുള്ള വെള്ളം ഒരുപക്ഷെ ഒരുപാട് കാലത്തേക്ക് നിലനിന്നേക്കാം, നൂറുകണക്കിന് വർഷങ്ങളിലേക്ക് അത് നിലനിന്നേക്കാം. ആ വെള്ളം കൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ദാഹം മാറ്റിയേക്കാം. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് ലഭിച്ചേക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ഹദീസാണെന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ബൈനമാ റജുലുൻ ബിതരീഖിൻ ഇഷ്തദ അലൈഹിൽ അതശ്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തി അയാൾക്ക് കടുത്ത ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഫവജദ ബിറ, അയാൾ ഒരു കിണർ കണ്ടെത്തുകയാണ്. ആരാണ് കിണർ കുഴിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ആ കിണർ കണ്ടെത്തി. ഫനസല ഫീഹാ ഫശരിബ്, അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു. ഭയങ്കര ദാഹമുള്ള ഒരു സമയത്താണ് അയാൾ നടക്കുന്നത്. കിണർ കാണുകയും അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു. സുമ്മ ഖറജ, അയാൾ പുറത്തു വന്നു. ഫൈദ കൽബുൻ യൽഹസ്, ഒരു നായ ഇങ്ങനെ നാവിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. യഅകുലു ഥറ മിനൽ അതശ്, അതിന് ദാഹം കൂടിയപ്പോൾ അതിങ്ങനെ മണ്ണിങ്ങനെ തപ്പി നടക്കുകയാണ്. നാവ് മണ്ണിനിങ്ങനെ മുട്ടിച്ച് നടക്കുക, അങ്ങേയറ്റം ദാഹം കൊണ്ടാണ്. ഫഖാല റജുൽ, അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബ മിനൽ അശ്ശി മിസ്ലു അല്ലദി കാന ബലഗ മിന്നി, എനിക്ക് നേരത്തെ ഉണ്ടായ ആ ശക്തമായ ദാഹത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ട അതേ ദാഹമാണല്ലോ ഈ നായക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇത് ചിന്തിച്ചു. ഫനസലൽ ബിഅർ, അയാൾ വീണ്ടും കഷ്ടപ്പെട്ട് കിണറിലേക്ക് ഇറങ്ങി. ഫമല ഖുഫഹു മാഅ, തന്റെ ഖുഫയിൽ വെള്ളം നിറച്ചു. തുമ അംസകഹു ബിഫീഹി ഹത്താ റഖിയ, തന്റെ വായ കൊണ്ട് അത് കടിച്ചു പിടിച്ചിട്ട് അവൻ മുകളിലേക്ക് പടി ചവിട്ടി കയറി. ഫസഖൽ കൽബ്, ആ നായ വെള്ളം കുടിപ്പിച്ചു. ഫശകറല്ലാഹു ലഹു ഫഗഫറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമിൽ അജ്റ, ഈ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി കുല്ലി കബിദി റത്ബത്തിൻ അജ്ർ, പച്ചക്കറിയുള്ള എല്ലാത്തിനും നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
ഈ വ്യക്തി ഇവിടെ കിണർ കുഴിച്ചിട്ടില്ല, കിണറിൽ ഇറങ്ങി വെള്ളം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായ കിണർ കുഴിച്ച വ്യക്തിക്ക് എന്തുമാത്രം പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു മൃഗത്തിന് ലഭിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു. ഒരു മൃഗത്തിന് ലഭിച്ചപ്പോൾ, നജസായ ഒരു മൃഗമാണത്, ഐൻ നജസാണത്, കുളിപ്പിച്ചാൽ പോലും അത് വൃത്തിയാവുകയില്ല, നജസ് തന്നെ. അങ്ങനെയുള്ളൊരു പച്ചക്കറുള്ള ഒരു മൃഗത്തിന് വെള്ളം കുടിപ്പിച്ചപ്പോൾ ഇയാൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു കിണർ ഒരാൾ കുത്തിക്കൊടുത്തു, ഒരു കിണറുണ്ടാക്കി കൊടുത്തു. ഒരു ഗ്രാമത്തിലാണ്, കിണറില്ല, കിണർ കുഴിക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല. കുറച്ച് ആളുകൾ തീരുമാനിച്ചു നമുക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു കിണറുണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കിണറുണ്ടാക്കി കൊടുത്തു. മുസ്ലിമീങ്ങളായ ആളുകൾ അതിൽ നിന്നും വെള്ളം കുടിച്ചാൽ സഹോദരങ്ങളെ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഹഫറ മാഅൻ ലം യശ്റബ് മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ സബ്ഇൻ വലാ ത്വായിരിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു, അങ്ങനെ പച്ചക്കറിലുള്ള ദാഹിക്കുന്നതായ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ വന്യജീവികളാകട്ടെ പറവകളാകട്ടെ, അവർ അതിൽ നിന്നും കുടിച്ചിട്ടുണ്ട് എങ്കിൽ, ദാഹമകറ്റിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകാതെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമായേക്കാം. നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കുക. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കിണർ കുഴിക്കാൻ ചിലപ്പോൾ ചെറിയ പൈസ മതിയാകും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കുഴിച്ചു കൊടുക്കുക. അവിടെ വെള്ളത്തിന് ആവശ്യം ഉണ്ടായേക്കാം. നമ്മളെ നാട് തന്നെ ചിന്തിക്കണ്ട, ചെറിയ സർക്കിൾ മാത്രം ചിന്തിക്കണ്ട. ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ചിന്തിക്കാം, മറ്റുള്ള ഉത്തരേന്ത്യയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചിന്തിക്കാം. പണം സാമ്പത്തികമായി കഴിവുള്ള ആളുകളുടെ എവിടെയാണുള്ളത് അവിടെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് പണം അയച്ചു കൊടുത്താൽ മതിയാകും. ഒരാൾ അവിടെ വക്കീലാക്കിയാൽ അയാളത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഖബറിലേക്ക് കിട്ടുന്ന കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക. അതുപോലെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് നാടുകളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും മാത്രം നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സർക്കാർ വക ഒരുപാട് റേഷനും മറ്റുമൊക്കെ ലഭിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കരുത്. ഇവിടെയും ഇല്ലാത്ത ആളുകളുണ്ട്. അതല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലോ അല്ല രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയും ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഖബറിലേക്ക് പ്രതിഫലം മുറിഞ്ഞു പോകാതെ അത് എത്താനുള്ളൊരു മാർഗം നിന്റെ മുന്നിൽ കാണിച്ചു എന്നൊന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അതിലേക്ക് മുന്നേറുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഗർസുൻ നഖൽ, ഈന്തപ്പന നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഹദീസിൽ വന്നല്ലോ, ഔ ഗറസ നഖലൻ, ആരെങ്കിലും ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിച്ചാൽ അത് ബാക്കിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈന്തപ്പന മറ്റു മരങ്ങളെക്കാളും ഒരുപാട് ശ്രേഷ്ഠതയുള്ള മരമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന മിന ശജരി ശജറ ലാ യസ്ഖുതു വറഖുഹ, മരത്തിലൊരു മരമുണ്ട് അതിന്റെ ഇല പൊയ്യുകയില്ല. വഇന്നഹ മസലുൽ മുസ്ലിം, ഒരു മുസ്ലിമിനോട് അതിന് സാദൃശ്യമുള്ളത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഈന്തപ്പന അത് ബറക്കത്തുള്ളതാണ്, അതിന്റെ എല്ലാത്തിനും ഉപകാരമുണ്ട്. അതിന്റെ ഓലയാകട്ടെ, അതിന്റെ കാണ്ഡമാകട്ടെ, അതിന്റെ വേരാകട്ടെ, എല്ലാത്തിനും ഉപയോഗമുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ ഈന്തപ്പന അത് നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് അതിനൊരുപാട് പ്രതിഫലമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് ഒരു ഹദീസിൽ ഈന്തപ്പനയാണ് വന്നിട്ടുള്ളത് എങ്കിൽ മറ്റു പല ഹദീസുകളിലും അങ്ങനെ ഈന്തപ്പന എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗറസ, ഏതെങ്കിലും മുസ്ലിം അവനൊരു കാര്യം ഒരു ചെടി നട്ടുപിടിപ്പിച്ചു, ഔ യസ്റഉ സർഅ, അല്ലെങ്കിൽ കൃഷി അവനുണ്ടാക്കി, ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, അതിൽ നിന്ന് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ അതല്ലെങ്കിൽ പറവകളാകട്ടെ അവർ ഭക്ഷിക്കുന്നു, ഇല്ല കാന ലഹു ബിഹി സദഖ, അവരൊക്കെ ഭക്ഷിക്കുന്നതിന് തുല്യമായി അല്ലാഹു തആല സദഖ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മരം നടുക എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. മരം കൊണ്ട് ആളുകൾക്ക് തണൽ ലഭിക്കും. ആളുകൾക്ക് അത് കായ്കനികളുള്ള മരമാണെങ്കിൽ അതിൽ നിന്നും ആളുകൾ ഭക്ഷിക്കും, അവരുടെ വിശപ്പടങ്ങാൻ അടക്കാൻ പറ്റും. അതിനൊക്കെ നമുക്ക് സദഖ ചെയ്യുന്ന പ്രതിഫലം ലഭിക്കുകയാണ്. ആ മരം എത്ര കാലം അത് ഭൂമിയിൽ ഉണ്ടാകുന്ന മരമാകട്ടെ അത്രയും കാലം നമ്മൾ ചെയ്യുന്ന ഒരു അമല് പോലെയായി മാറും, അല്ലെ? ഒരുപാട് അത് നമ്മൾ മരിച്ചതിന് ശേഷം ചില മരങ്ങളൊക്കെ ഒരുപാട് കാലം ഉണ്ടാകുന്നതായിരിക്കും. അത്രയും വർഷം ജീവിക്കുന്ന മരങ്ങൾ ഉണ്ടാകും, അത്രയും വർഷം ഭൂമിയിൽ ബാക്കിയാകുന്ന മരങ്ങൾ ഉണ്ടാകും. അത് എത്ര കാലം ആളുകൾക്ക് തണൽ നൽകി, എത്ര കാലം പക്ഷികൾക്കാകട്ടെ. അല്ലെ, ചിലപ്പോൾ ചില മരത്ത് മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന കായ്കനികളൊന്നും ഉണ്ടാവുകയില്ല, പക്ഷെ ചെടി അത് പറവകൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നതാണ്. അതിനൊക്കെ നമ്മൾ അതിന് കൊടുക്കുന്നത് പോലെയാണ്, നമ്മൾ അതിന് ഭക്ഷിപ്പിക്കുന്നത് പോലെയാണ്. അതിന്റെ സദഖ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, ബിനാഉൽ മസാജിദ്, മസ്ജിദുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്.
ഹദീസിൽ വന്ന ലൗബന മസ്ജിദ, ആരെങ്കിലും മസ്ജിദ് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ഭാഗം, ഏറ്റവും മഹത്തരമായ സ്ഥലം എന്ന് പറയുന്നത് മസ്ജിദാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മസ്ജിദുകളാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ മസ്ജിദിനു വേണ്ടി സഹോദരങ്ങളെ നമ്മൾ പണം ചെലവഴിച്ചാൽ ആ മസ്ജിദിൽ എത്ര കാലം ആ മസ്ജിദ് ഭൂമിയിൽ നിലനിൽക്കുന്നുവോ അത്ര കാലം ആരൊക്കെ ആ മസ്ജിദിൽ നിസ്കരിക്കുന്നു, ആരൊക്കെ ആ മസ്ജിദിൽ വെച്ച് ഇതുപോലെയുള്ള നല്ല ഉപകാരമുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു, ആരൊക്കെ ആ മസ്ജിദിൽ വെച്ച് ദിക്റുകൾ ചൊല്ലുന്നു, ആരൊക്കെ ആ മസ്ജിദിൽ വെച്ച് ദുആകൾ ചെയ്യുന്നു, ആരൊക്കെ ആ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കുന്നു, ഇതൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഈ പ്രതിഫലാർഹമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനു വേണ്ടി സംഭാവന നൽകിയ, ഇതിനു വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നൽകുമെന്നാണ്. നമുക്കൊരു മസ്ജിദ് ഒന്നാകെ എടുക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും മുന്തിയ കാര്യം, കാരണം അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് മാത്രമായി. ഒരു മസ്ജിദ് ഒരു സ്ഥലത്ത് നമുക്ക് പൂർണ്ണമായി എടുക്കാൻ പറ്റുമെങ്കിൽ, അവിടെ ഞാൻ നേരത്തെ കിണറിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു മസ്ജിദ് ഉണ്ടാക്കി കൊടുത്താൽ അത് മതിയായതാണ്. ആ നാടിന് അങ്ങനെ ഒരു മസ്ജിദ് മതി. വലിയ മോടിയൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറിയ രൂപത്തിൽ മസ്ജിദ് തന്നെ അവർക്ക് മതിയായതായിരിക്കും. അവിടെ പോയി ഒരു മസ്ജിദ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു മസ്ജിദ് ആരും ഉപയോഗിക്കാത്ത രൂപത്തിലായിട്ടുണ്ട്, പോയി അതിന് ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അതിന് എന്താണ് പ്രതിഫലമായി അല്ലാഹു തആല പറഞ്ഞത്? മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആശയോടുകൂടി ഇഖ്ലാസോടുകൂടി ഒരു മസ്ജിദ് ഒരാൾ ഉണ്ടാക്കിയത്, ആളുകൾ പറയാനല്ല ഇന്നാളെ മസ്ജിദ് ഉണ്ടാക്കിയതാണ് അതിന്റെ മേലെ ഒരു കല്ല് വെച്ച് അയാളുടെ പേരൊക്കെ എഴുതണം, അതിനല്ല. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് ഉണ്ടാക്കിയത് എന്ന് നാട്ടുകാർ പറയാനല്ല അയാൾ ഉദ്ദേശിച്ചത്. ഇതാണ് ഉദ്ദേശിച്ചത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്കൊരു സാലിഹായ അമലായി ഇത് മാറണമെങ്കിൽ അള്ളാഹു തആല അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നാണ്. ഇനി നമുക്കൊരു മസ്ജിദ് ഒന്നാകെ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ? ഒരു മസ്ജിദ് ഒന്നാകെ നമുക്ക് പണിയാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങൾ, അതിലുള്ള ഒരു മുസല്ല നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ഒരു മുസല്ലക്കുള്ള തുക നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് നമുക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. കാരണം ചില ഹദീസിൽ വന്നിട്ടുള്ളത് മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഫ്ഹസി ഖതാത്ത്. ആരെങ്കിലും അല്ലാഹു തആലക്ക് ഒരു മസ്ജിദ് പണിഞ്ഞു, ആ മസ്ജിദിന്റെ വലിപ്പം പറഞ്ഞത് മഫ്ഹസ് ഖതാത്ത് എന്നാണ്. പ്രാവിനെ പോലെയുള്ള മൃഗങ്ങൾ, ചെറിയ പറവകൾ മുട്ടയിടാൻ വേണ്ടി ഭൂമിയിൽ ചില കുഴികൾ ഉണ്ടാക്കുന്ന കാണാൻ സാധിക്കും. അതിങ്ങനെ കുഴികൾ ഉണ്ടാക്കും, ആ മുട്ട വിരിയുന്നതിന് വേണ്ടി അടയിരിക്കാൻ വേണ്ടി കുഴികൾ ഉണ്ടാക്കും. വളരെ ചെറിയ സ്ഥലമാണ്, അതൊരു മസ്ജിദിന് പറ്റിയൊരു സ്ഥലമല്ല, ഒരു മുബാലകത്തായി പറഞ്ഞതാണ്. അത്ര ചെറിയ മസ്ജിദാണ് നീ ഉണ്ടാക്കുന്നതെങ്കിലും ഔ അസ്ഗർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനേക്കാളും ചെറുതാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അതുകൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഇപ്പോൾ ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഒരു മസ്ജിദിൽ ചെയ്യാൻ സാധിച്ചാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നുള്ളൊരു കാര്യം. രണ്ട്, ഈ സ്ഥലത്ത് വെച്ച് ആരൊക്കെയാണോ സുജൂദുകൾ ചെയ്യുന്നത്, ആരൊക്കെയാണോ ദിക്റുകളും ദുആകളും ചെയ്യുന്നത്, ആരൊക്കെയാണോ ഈ പറഞ്ഞ അമലുകളൊക്കെ ചെയ്യുന്നത്, അതിന്റെ ഒക്കെ പ്രതിഫലം ഇത് സ്പോൺസർ ചെയ്ത വ്യക്തിക്കും കൂടി കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ മഹത്തരമായ കാര്യമാണ്. ഖബറിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ മരിച്ചുപോയാലും ഇവിടെ ആളുകൾ നിസ്കരിക്കാനുണ്ട്. നമ്മൾ മരിച്ചുപോയാലും ചിലപ്പോൾ ഇതിനേക്കാൾ, നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും വർഷങ്ങൾ ഇത് നിലനിൽക്കുകയും ഒരുപാട് ഇബാദത്തുകൾ അവിടെ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മസ്ജിദുകൾ സഹോദരങ്ങളെ, അതോടൊപ്പം അവിടെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ എന്തുമാത്രമായിരിക്കും അവിടെ പ്രതിഫലം. കാരണം അവിടെ കേവലം നിസ്കാരങ്ങൾ മാത്രമല്ല, അതുമാത്രമല്ല നടക്കുന്നത്, മുഴുവൻ സമയം ആളുകൾ അവിടെ ഇബാദത്തിലാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മസ്ജിദിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ എത്ര വലിയ പ്രതിഫലമാണുള്ളത്. ഇവിടെ നാം നേരത്തെ പറഞ്ഞ കാര്യം ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത്, മസ്ജിദ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനുള്ള മസ്ജിദായിട്ട് നമ്മൾ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കാരണം ബിദ്അത്തിന് വേണ്ടി മസ്ജിദുകൾ ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിദ്അത്തുകളാണ് ചിലപ്പോൾ അവർ കൂടുതലായി അവിടെ ചെയ്യുക. ബിദ്അത്തുകൾക്ക് വേണ്ടി റാത്തീബ് നടത്താൻ, ഹദ്ദാദ് നടത്താൻ, മൗലൂദുകൾ നടത്താൻ. ഇനി ചില മസ്ജിദുകളിലാകട്ടെ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായ ആ മസ്ജിദിൽ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ ഇതിനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരക്കാരായ ആളുകൾക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അല്ലാഹു തആല യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന മസ്ജിദുകളായി മാറ്റുന്ന അഹ്ലുസ് സുന്നത്തിന്റെ മസ്ജിദുകൾക്ക് വേണ്ടി സഹോദരങ്ങളെ നിങ്ങൾ
കൊടുക്കുക, നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായി നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുട്ട ഇടുന്ന സ്ഥലം അത്ര നീ കൊടുത്താൽ ഒരു വീട് അല്ലാഹു തആല നിനക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് എത്രയും കൊടുക്കാൻ സാധിക്കുന്നതാണ്, ഓരോരുത്തരെയും കഴിവ് പോലെ. ആറാമത്തെ കാര്യം തിബാഅത്തുൽ മുസാഹിഫ്, മുസ്ഹഫുകൾ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഹദീസിൽ വന്ന വറസ മുസ്ഹഫ, ആരെങ്കിലും മുസ്ഹഫ് അനന്തരമായി കൊടുക്കുക എന്ന് വന്നിട്ടുണ്ട്. ഇത് രണ്ട് രൂപത്തിലാകാം. നമ്മൾ മരിച്ചുപോയാൽ നമ്മൾ ഖുർആൻ ഓതാൻ ഉപയോഗിച്ച മുസ്ഹഫുകൾ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഭാര്യയോ ആരെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്നും ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തോളം നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളൊരു മുസ്ഹഫ് വാങ്ങി നമ്മളൊരാൾക്ക് ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഖുർആൻ ഓതേണ്ട ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ അതിന്റെ പ്രതിഫലം ഈ കൊടുത്തവനും ലഭിക്കുമെന്ന് പറയുന്നത് എത്ര വലിയ മഹത്തരമായ കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. മുസ്ഹഫ് ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുക, മസ്ജിദുകളിലേക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഏറ്റെടുത്തേക്കണം. എവിടെയെങ്കിലും ഒരു മസ്ജിദ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ മുസ്ഹഫുകൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം മസ്ജിദുകളിൽ വെച്ച് ആളുകൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. എത്ര ആളുകൾ അത് ഖുർആൻ പാരായണം ചെയ്യുന്നുവോ, എത്ര അതുകൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുവോ, അതുകൊണ്ട് ചിന്തിക്കുന്നു, അമലുകൾ ചെയ്യുന്നു, ഖുർആൻ പഠിക്കുന്നു, സഹോദരങ്ങൾ, അതിന്റെയൊക്കെ പ്രതിഫലം ഈ കൊടുത്ത വ്യക്തിക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് മുസ്ഹഫുകൾ അത് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് വലിയ വലിയ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ നേരിട്ട് മുസ്ഹഫുകൾ അങ്ങ് വഖഫ് ചെയ്യാൻ അവർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ആ പ്രതിഫലം ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം ഇതിന് വലിയ പണച്ചെലവുണ്ട് ഇത് ഉണ്ടാക്കാൻ. പക്ഷെ അവർ അതിൽ പൈസ വാങ്ങുകയില്ല. പക്ഷെ വാങ്ങൽ ജായിസാണ്, അനുവദനീയമാണ്. പക്ഷെ വാങ്ങാതെ വഖഫായി ആളുകൾക്ക് ഹദിയായി ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിച്ചാൽ നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ കൊടുത്തേക്കുക, ഉപകാരപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുക. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, തർബിയത്തുൽ അബ്നാഇ അല സലാഹ്, നമ്മുടെ കുട്ടികളെ നല്ല സലാഹത്തോടുകൂടി നല്ല സാലിഹായ മക്കളായി നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണെന്ത്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മരണശേഷം ദുആ ചെയ്യുന്ന മക്കൾ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മക്കൾ എന്നൊക്കെ വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ മക്കളെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കിക്കൊണ്ട് അങ്ങനെ നമ്മൾ മരണപ്പെട്ടാൽ സഹോദരങ്ങളെ, ആ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ മക്കൾക്ക് നമ്മൾ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആ മക്കൾ ചെയ്യുന്ന ഓരോ സാലിഹായ അമലുകൾ, ആ മക്കൾ ചെയ്യുന്ന ഓരോ നന്മകൾ, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് പ്രതിഫലം നൽകും. ഇന്ന ഔലാദകും മിൻ കസ്ബിക്കും, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ മക്കൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് പോലും അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രൂപത്തിൽ മാതാപിതാക്കൾക്ക് എടുക്കാമെന്നാണ്. അതിനുള്ള ഹക്ക് പോലും മാതാപിതാക്കൾക്കുണ്ട്. നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മക്കൾ ഇങ്ങനെ നല്ല രീതിയിലായി മാറി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, അങ്ങനെ ഒരു ബോധമുണ്ടാകേണ്ട മക്കൾക്ക്. ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന ബോധ്യമുള്ള മക്കളെ, നല്ല ആളുകൾക്ക് ഉപകരിക്കുന്ന മക്കളെ നമ്മൾ ഉണ്ടാക്കിയാൽ, അങ്ങനെ വളർത്തിയെടുത്താൽ സഹോദരങ്ങളെ, അതാണ് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യം. ഒരുപാട് ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഈ കാര്യമാണ്, മക്കളുടെ കാര്യമാണ്. അത് കേവലം നമുക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ് നമ്മൾ മക്കളെ നന്നാക്കുക എന്നുള്ളത്. കാരണം നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കിയാൽ ആ മക്കൾ ചിലപ്പോൾ ഒരുപാട് ആളുകളെ അവൻ നന്നാക്കുന്നുണ്ടാകും. ആ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാകും. നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കിയാൽ സമൂഹത്തിന് തന്നെയാണ് നമ്മൾ വലിയ ഉപകാരം ചെയ്യുന്നത്. അതിന്റെ എല്ലാം പ്രതിഫലം അതിനുവേണ്ടി പരിശ്രമിച്ച മക്കളെ ഖുർആൻ പഠിപ്പിച്ച, മക്കളെ ഹദീസ് പഠിപ്പിച്ച, മക്കളെ നന്മകൾ പഠിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് ലഭിക്കും എന്ന് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി ഫയഖൂലു അന്ന ഹാദാ. ഒരു മനുഷ്യൻ, ഒരു വാപ്പ, അയാൾ സ്വർഗത്തിൽ വലിയ പദവിയിലെത്തിയപ്പോൾ ഖിയാമത്ത് നാളിൽ അയാൾ വലിയ പദവിയിലെത്തി, സ്വർഗത്തിൽ വലിയ പദവിയിലെത്തി. അയാൾ ചോദിച്ചു, അന്ന ഹാദാ, എങ്ങനെയാണ് എനിക്ക് ഇത്ര വലിയ പദവി കിട്ടിയത്? ഞാൻ ദുനിയാവിൽ ഇത്ര വലിയ അമൽ ചെയ്തിട്ടില്ല. ആ ബോധ്യത്തിലാണ് അയാൾ ചോദിക്കുന്നത്, എങ്ങനെ ഇത് കിട്ടി? അപ്പോൾ അയാളോട് പറയപ്പെട്ടു, ഫയുഖാൽ ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ സ്വർഗത്തിലുള്ള പദവി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ മരിച്ചു, മക്കൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരുന്നു, വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരുന്നു. അവർക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ, അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ വലിയ പദവിയിലേക്ക് നമ്മൾ വാപ്പ എത്തി, ഉപ്പയും ഉമ്മയും എത്തി എന്നുള്ളത് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള മക്കൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്.
നല്ല ദീനി ബോധമുള്ള മക്കളെ വളർത്തിയെടുക്കുക, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങൾ. കാരണം കൂടുതൽ പേരും വഴിവെച്ചു പോകുന്ന അവസ്ഥകളുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയാത്ത, നമുക്ക് വേണ്ടി ഒന്ന് നിസ്കരിക്കാൻ പോലും അറിയാത്ത കുട്ടികളാണ് ബാക്കിയാകുന്നതെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്. ഇത് നമുക്ക് വലിയ ലാഭകരമായ കച്ചവടമാണ്. നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾ ജീവിക്കുന്നത് പോലെ മക്കൾ ഇങ്ങനെ അമലുകളുമായി ജീവിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. എട്ടാമത്തെ കാര്യം ബിനാ ഉദ്ദൂരി വഖഫുഹ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അത് വഖഫ് ചെയ്തേക്കുക. ഒരു ഹദീസിൽ വന്നല്ലോ, ഉബൈതൻ ലിബ്നി സബീലി ബനാ, വഴിയാത്രക്കാരന് വേണ്ടി ഒരു ഭവനമുണ്ടാക്കി, അവൻ വിശ്രമിക്കുന്നതിന് വേണ്ടി. അല്ല, അങ്ങനെയുള്ള മുസാഫിർ ഖാനകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് യാത്രക്കാരൊക്കെ എത്തുന്ന വലിയ പട്ടണത്തിലാണെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു കെട്ടിടമുണ്ടാക്കി, ഫ്രീ ആണ്. അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ റെസ്റ്റ് എടുക്കാം, അവിടുന്ന് കിടക്കാം, അവിടെ വെള്ളം കുടിക്കാം. ഇതിനൊക്കെ സജ്ജീകരണങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളിലേക്കും, ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത് വഖഫാണ്, അത് വാടകക്കല്ല, വഖഫാക്കി കൊടുത്തിരിക്കുകയാണ്. അത് പൂർണ്ണമായ ആളുകൾക്ക് ഫ്രീ ആയി അതിനുവേണ്ടി താമസിക്കാൻ വേണ്ടി. ചില ആളുകൾ അത് യതീമക്കൾക്ക് വേണ്ടി അങ്ങനെ വീടുകൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വിധവകൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്, ദരിദ്രർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇത് നമുക്ക് മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ പെടുന്നതാണ്. ഒരാൾ വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്നുള്ള നിയത്തിൽ അയാൾ അതിന് ലാഭം ഉണ്ടാക്കാനല്ല, അതിലുണ്ടാക്കി അയാളത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആരൊക്കെ അതിൽ നിന്ന് ഉപകാരമെടുക്കുന്നുവോ അവർക്കൊക്കെ അതിന് പ്രതിഫലം ലഭിക്കും. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഹഫറ ലിമയ്യിത്തിൻ ഖബ്റ ഫഅജന്നഹു ഫീഹി ഉജ്രി ലഹു മിനൽ അജ്രി കഅജ്രി മസ്കനിൻ ഉസ്കിനഹു ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിൻ അവൻ മരണപ്പെട്ടതിന് ശേഷം അവന് ഖബർ മറമാടാൻ വേണ്ടി ഒരു സ്ഥലം അവന് വിട്ടുകൊടുത്താൽ ഖിയാമത്ത് നാളിൽ അത്രയും കാലം നീ ഒരു വീട് നൽകിയതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഒരാൾക്ക് വീട് നൽകിയതുപോലെയുള്ള പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നൽകും. ചിലപ്പോൾ 1000 വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഇവൻ ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അത്രയും കാലം ഇയാൾക്ക് ഒരു വീട് നൽകിയതിന്റെ പ്രതിഫലം നൽകും. ആർക്കാണ്? ഒരു ഖബർ അത്രയും സ്ഥലം മാത്രം നൽകുന്ന ഒരാളുടെ കാര്യമാണത്. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, വലിയ പ്രതിഫലാർഹമായ, മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. അതിനാണ് പണ്ഡിതന്മാർ മർക്കസുകളും മറ്റുമൊക്കെ എണ്ണിയിട്ടുള്ളത്, അല്ലെ? മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ് ദീൻ പഠിക്കുന്ന സംവിധാനങ്ങൾ. അങ്ങനെ സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അതിനുള്ള കെട്ടിടത്തിന് വേണ്ടി കൊടുക്കുക. ഇതൊക്കെ എത്ര കാലം അവിടുന്ന് ആളുകൾ ദീന് പഠിക്കുന്നുവോ, എത്ര കാലം ആ ദീന് കൊണ്ട് ആളുകൾ അമല് ചെയ്യുന്നുവോ, ആ പ്രതിഫലം മുഴുവനും ഇതിനുവേണ്ടി പണം ചെലവഴിച്ച ആളുകൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. നമ്മളറിയാതെ ലഭിക്കുന്ന ചിലപ്പോൾ നമ്മൾ ചെയ്ത അമലിനേക്കാൾ കൂടുതൽ അമലുകൾ ഒരുപക്ഷെ ഒരാൾക്ക് ഇങ്ങനെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ പരിശ്രമിക്കുക. 9ാമത്തെ കാര്യം അൽ മൗതു മുറാബിതൻ അല സുഗൂർ. അതിർത്തി കാക്കാൻ, മുസ്ലിമീങ്ങളുടെ രാജ്യം കാക്കാനുള്ള അതിർത്തിയിലുള്ള പട്ടാളക്കാർ, അവരങ്ങനെ അതിൽ മരണപ്പെട്ടു പോയാൽ അവർക്കും ഇങ്ങനെ നിലക്കാത്ത പ്രതിഫലമുണ്ട്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, 4 തജ്രി അലൈഹിം ഉജൂറുഹും ബഅദൽ മൗത്ത്. 4 ആളുകൾക്ക് പ്രതിഫലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ പറഞ്ഞതാണ് റജുലുൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന, ഇസ്ലാമിക രാജ്യം കാക്കുന്നവനായിക്കൊണ്ട് അവൻ മരണപ്പെടുക എന്നുള്ളത്. മുസ്ലിം രാജ്യങ്ങൾ കാക്കുന്ന അങ്ങനെയുള്ള പട്ടാളക്കാരായ ആളുകളെ കുറിച്ചാണ്. അവരങ്ങനെ മരണപ്പെട്ടാൽ അവരുടെ അമലുകൾ അത് നിലക്കാതെ ഉണ്ടാകുമെന്നാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ മയ്യിത്ത് യുഖ്തമു അലാ അമലിഹി ഇല്ലൽ മുറാബിത്ത്. എല്ലാ മയ്യിത്തും അതോടുകൂടി അവന്റെ അമൽ അവിടെ പര്യവസാനം കുറിക്കുകയാണ്. മുറാബിത്ത് ഒഴികെ, അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ ഒഴികെ. ഫഇന്നഹു യൻമു ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ. ഖിയാമത്ത് നാൾ വരെ അവന്റെ അമൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ ഖബറിലുള്ള ഫിത്നയിൽ നിന്നും അവന് സംരക്ഷണം ലഭിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളായ ഇസ്ലാമികമായ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പോയി നിൽക്കുന്നില്ല. അവർക്ക് വേണ്ടി വല്ല പണവും നമ്മൾ അയച്ചു കൊടുത്താൽ അതും നമുക്ക് മതിയായതാണ്. പക്ഷെ അത് ഇന്ന് കാലത്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ അവർ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇങ്ങനൊരു മാർഗം ഇന്ന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഹദീസിൽ വന്നു, മൻ ജഹസ ഗാസിയൻ ഫീ സബീലില്ലാഹ് കാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിൽ ഗാസി ഷൈഅ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ
അണിയിച്ചൊരുക്കിയാൽ, അവന് തയ്യാറാക്കിയാൽ, അവൻ ആ യുദ്ധത്തിൽ, ഇസ്ലാമികമായ യുദ്ധത്തിൽ എന്തൊക്കെയാണോ നേടുന്നത് അതിനുള്ള പ്രതിഫലമൊക്കെ ഈ പണം കൊണ്ട് ചെലവഴിച്ച ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. ഇത് പൊതുവായിട്ടുള്ളൊരു ഖായിദയാണ്. നമുക്കൊരു വലിയൊരു നന്മ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികമായി ചെയ്താൽ ആ വ്യക്തിക്ക് കിട്ടുന്നതിൽ നിന്നുള്ള ഒരു പ്രതിഫലം ഈ സാമ്പത്തികമായി ചെയ്ത ഒരാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഒരു ദൂരയാത്ര നടത്തേണ്ടതുണ്ട്. സഹായിക്കാൻ ആളുകളുണ്ട്, പക്ഷേ അയാളുടെ അടുത്ത് പണമില്ല. നമ്മുടെ അടുക്കാണെങ്കിൽ പണമുണ്ട്, സഹായിക്കാൻ പോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പണം മറ്റേയാളെ ഏൽപ്പിച്ചുകൊണ്ട് നീ പണവുമായി ഇന്ന സ്ഥലത്ത് പോയി ഇന്നവരൊക്കെ നീ സഹായിക്കൂ എന്ന് പറഞ്ഞ് പണമുള്ള ആളുകൾ ഇന്നയാളുകൾ തയ്യാറാക്കിയാൽ ഈ വ്യക്തികൾ ആ ചെയ്യുന്ന അമലുകൾക്ക്, ഈ പണം കൊടുത്ത ആളുകൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനത്തെ കാര്യം സഹോദരങ്ങളെ, അസ്സദഖാത്തുൽ ജാരിയ, ജാരിയായ സദഖകൾ എന്നുള്ളതാണ്. കാരണം ഹദീസിൽ വന്നല്ലോ, സദഖതൻ അഖ്റജഹാ മിൻ മാലി, ഒരുവൻ തന്റെ സമ്പത്തിൽ നിന്നും ചെലവഴിച്ചിട്ടുള്ളതായ സദഖകൾ, ഫി സിഹ്ഹതിഹി വ ഹയാതിഹി, അവന്റെ ആരോഗ്യത്തിലും അവന്റെ സമയത്തും, യൽഹഖുഹു മിൻ ബഅദി മൗതി, മരണശേഷം അത് അവനിൽ വന്ന് ചേരും എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അതിന്റെ ഉപയോഗം അത് നിലക്കാത്തടത്തോളം കാലം നമ്മൾ ഏതൊരു കാര്യം, ഒരാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ സംവിധാനം ഒരുക്കി, എത്ര കാലം അത് വെള്ളം കുടിക്കാനുള്ള സംവിധാനമായി അവിടെ ഉണ്ടോ, എത്ര ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയും കാലം അത് ജാരിയായ സദഖയാണ്. അത്രയും കാലം അത് ആളുകൾ ഉപകരിക്കുന്നുണ്ട് എങ്കിൽ അത് ആളുകൾക്ക് ഉപകരിക്കുന്ന മർക്കസുകൾ ഉണ്ടാക്കുന്നതാകട്ടെ, മസ്ജിദുകൾ ഉണ്ടാക്കുന്നതാകട്ടെ, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നതാകട്ടെ, എൽമിയായ കിതാബുകൾ ആളുകൾ കൊടുക്കുന്നതാകട്ടെ, ഇതൊക്കെ ജാരിയായ സദഖകളാണ്. എത്ര കാലം ആളുകൾ അത് ഉപയോഗിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ, എത്ര കാലം ആളുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും കാലം അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പറയുന്ന ഒരു മൈക്ക് പോലും ഇതൊരു മൈക്കാണ്. ഈ മൈക്കിനെ കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ശബ്ദം എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരാൾ വാങ്ങിക്കൊടുത്താൽ, അങ്ങനെ ഒരു മസ്ജിദ് ഉണ്ട്, ഞാൻ ഏറ്റെടുത്തു, അവിടെയുള്ള സൗണ്ട് സിസ്റ്റം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരു ഉപകാരമുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. അത് എത്ര ആളുകൾക്കുണ്ട്, അത് എത്ര കാലം അത് കേടാവാതെ അതങ്ങനെ നിൽക്കുന്നു, അത്രയും കാലം ഇവൻ അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നതാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഓരോ നന്മക്കും വേണ്ടി അത് എത്ര കാലം അത് ആളുകൾ ഉപകരിക്കുന്നുവോ അത്രയും കാലം നമുക്കത് ജാരിയായ സദഖയായി മാറുന്നതാണ്. അത് നമ്മളെപ്പോഴും ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കാൻ നമ്മൾ പ്രത്യേകം തയ്യാറാവുക. ഇത് നാം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യത്തെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് നാം പിന്നിലേക്ക് മാറ്റിവെച്ചാൽ സഹോദരങ്ങൾ, ഒരു പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചല്ലോ, അയ്യു സദഖത്തി അഅ്ലമു അജ്റ, ഏറ്റവും പ്രതിഫലാർഹമായ സദഖ ഏതാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, അൻത സദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹ് തഖ്ശൽ ഫഖർ വ തഅമുലുൽ ഗിന. നീ എപ്പോഴാണ് സദഖ കൊടുക്കേണ്ടത്? നീ നല്ല ആരോഗ്യവാനാണ്, നിനക്കൊരു കൊടുക്കാനൊരു ചെറിയ പിശുക്കൊക്കെ ഉണ്ട്, നീ ഫഖറൊക്കെ, ദാരിദ്ര്യമൊക്കെ ഭയപ്പെടുന്നുണ്ട്, നീ ധന്യതയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സമയത്താണ് നീ കൊടുക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായ സദഖ എന്നാണ്. അങ്ങനെയുള്ള സമയത്ത് കൊടുക്കാൻ, നിനക്ക് പണം ആവശ്യമില്ലാത്തൊരു കാലത്ത്, ഒരു ആവശ്യമില്ല, വയസ്സായി ഇനി പണം വെറുതെ കിടക്കുന്ന സമയത്ത് കൊടുക്കുക, ഉപകാരം തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ മഹത്വമുള്ള സദഖ എന്ന് പറയുന്നത് നിനക്ക് പണത്തിന് ആവശ്യമുണ്ടാകാം. നിനക്ക് വേണമെങ്കിൽ പണമൊക്കെ വെച്ച് ഇനിയും ഒരുപാട് നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം. പക്ഷെ ആ സമയത്ത് അവൻ ചിന്തിക്കേണ്ടത് ഒരു മസ്ജിദിനായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു മർക്കസിനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾക്ക് വേണ്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ചെലവഴിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതാണ് ഏറ്റവും അഫ്ളലായ സദഖ എന്നാണ്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി അവൻ ചെലവഴിക്കുകയാണ്. അവന്റെ കാര്യത്തിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലാ തുംഹിലു ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ തൊണ്ടയിൽ നീ മരണം എത്തുന്ന സമയമുണ്ടാകും, ആ സമയം വരെ നീ വൈകിപ്പിക്കാൻ പാടില്ല. അന്നേരം നീ പറയും, ഖുൽത ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ, ഇന്നാക്കൊക്കെ കൊടുത്തെന്ന് പറയും. വഖദ് കാന ലി ഫുലാൻ, ആ സമയം, മരണം എത്തുന്ന സമയം നിനക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നീ വസിയത്ത് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല, അത് ഇന്നയാളതായി കഴിഞ്ഞു. ആ സമയത്ത് തൗബ കൊണ്ടുവരെ ഉപകരിക്കാത്ത സമയമാണ്. ആ സമയത്ത് നിന്റെ പ്രതിഫലം അത് നിനക്ക് ലഭിക്കുകയില്ല, അതിനു മുമ്പേ തന്നെ നീ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് സൂറത്തു യാസീനിലെ ആയത്തിന് തഫ്സീർ കൊടുത്തത് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവൻ നാമാണ്. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവർ എന്തൊക്കെയാണോ പ്രവർത്തിച്ചു കൂട്ടിയത്, എന്തൊക്കെയാണോ അവർ ബാക്കിപത്രങ്ങളായി ബാക്കി വെച്ചത്, ഇതൊക്കെ നാം എഴുതുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, വഹിയ ആസാറുൽ ഖൈരി വആസാറുശ് ശർ,
അവൻ എന്തൊക്കെ നന്മകളാണോ ബാക്കി വെച്ചത്, എന്തൊക്കെ തിന്മകളാണോ ബാക്കി വെച്ചത്, അതൊക്കെ എഴുതുമെന്നുള്ളതാണ്. അല്ലതി കാനൂ ഹും സബബ് ഫി ഈജാദിഹ ഫി ഹാലി ഹയാതിഹിം വബഅദ വഫാതിഹിം. അവൻ അവന്റെ ജീവിതകാലത്ത് അവനാണ് ഇത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെ നന്മകൾ അവൻ ബാക്കി വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവന് ഖബർ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് ഷർറായ കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അല്ലെ, ഷർറിന്റെ ഒരുപാട് കാര്യങ്ങൾ. ഇവനാണ് ഈ സംഗീത കോളേജ് ഉണ്ടാക്കി കൊടുത്തത്, ഇവനാണ് ഇത്തരത്തിലുള്ള ഹറാമായ ഒരു സംവിധാനത്തിന് വേണ്ടി ഇവനാണ് പണം ചെലവഴിച്ചത്. എത്ര ആളുകൾ ആ ഹറാം ഉപയോഗിക്കുന്നുവോ അത്രയും കാലം ശിക്ഷ അവന്റെ ഖബറിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. ഇനി ഇത് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യമാണെങ്കിൽ എത്ര ഹറാമുകളാണ് ഇവൻ പ്രചരിപ്പിച്ചത്, എത്ര ഹറാമുകളായ കാര്യങ്ങളാണ് ഇവൻ ആളുകൾക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചു വിട്ടത്. അശ്ലീലങ്ങളാകട്ടെ, തിന്മകളാകട്ടെ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാകട്ടെ, എത്ര ആളുകൾ അതുകൊണ്ട് വഴിവഴക്കുന്നുവോ, എത്ര ആളുകൾ ഇവരുണ്ടാക്കിയ മാർഗം കൊണ്ട് വഴിവഴക്കുന്നുവോ, അത് ബിദ്അത്തുകളാകട്ടെ, ശിർക്കുകളാകട്ടെ, മറ്റ് ഹറാമുകളാകട്ടെ, അത്രയും ആളുകൾ വഴിവഴക്കുന്നതിന് കാരണക്കാരൻ ഇവനാണ് എന്നുള്ളത് കൊണ്ട് അതെല്ലാം ഇവന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുകയാണ്. അതുകൊണ്ട് വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അശ്രദ്ധ കാരണത്താൽ ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരാകാൻ നമ്മൾ ആയിത്തീരുമെന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന നന്മകൾ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുക. സാമ്പത്തികമായോ ശാരീരികമായോ ഒക്കെ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരാം. അത് നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ജാരിയായ സദഖകൾ ഭൂമിയിൽ ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർ, അതുപോലെയുള്ള മറ്റു നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ വിശാലമാക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നാളെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيك. اللهم اغفر لنا ذنوبنا، اللهم اغفر لنا ذنوبنا وخطايانا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر لنا ذنوبنا، اللهم اغفر لنا ذنوبنا، اللهم اغفر لنا ذنوبنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.